ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന കുറേ പാക്കുകളുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ലീക്കഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മുടെ റൈഗാർഡ് ഗുല്ലിറ്റ് അവരെ പറ്റിയൊക്കെയുള്ള കൺഫേം ആയിട്ടുള്ള ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൈസ്, നമ്മളെല്ലാവരും ഇപ്പോൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ഷോർട്ട് ടൈം ആണോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ഒരു എപ്പിക് ആണോ നമ്മുടെ ഈ ഫുട്ബോൾ നമ്മുടെ ആനിവേഴ്സറിക്ക് 8-ന് തരാൻ പോണേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയാം, നമ്മൾ ഇന്നൊരു കൺസെപ്റ്റ് ആയിട്ട് കണ്ടതാണ് നമ്മുടെ റൊണാൾഡോൻ്റെ. അതായത് ഞാൻ കാണിച്ചു തരാം മച്ചാമാർ, ഓൾറെഡി നമ്മുടെ റൊണാൾഡോൻ്റെ ഒരു കാർഡ് ഇവിടെ കിടപ്പുണ്ട്. അതായത് ഗൈസ്, ഓൾറെഡി ഇത് ജസ്റ്റ് ഒരു കൺസെപ്റ്റായിട്ടാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു 26ഓളം ഫ്രീ ട്രൈ തന്നിരുന്നു. അതേപോലെയാണ് ഇത് ഇപ്പോൾ പറയുന്നത് എപ്പിക് ന്യൂ ഇയർ 2026 എന്ന് പറഞ്ഞിട്ട് റൊണാൾഡോൻ്റെ ഒരു കാർഡൊക്കെ കാണിക്കുന്നുണ്ട്. മച്ചാമാർ എന്തായാലും ഈ ഒരു ആഗ്രഹമുണ്ട്, ഈ ഒരു കാർഡ് വരണം. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഉള്ളൊരു കാർഡൊക്കെ കൊനാമി കൊണ്ടുവരട്ടെ. പുതിയ മാനേജർ വന്നിട്ട് പുള്ളിക്കാരൻ നമുക്കൊന്നും തരുന്നില്ല, പുള്ളി ഉള്ളതിനെക്കാട്ട് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്തായാലും ഇതുപോലൊരു കാർഡ് വരട്ടെ എന്ന് വിചാരിക്കുന്നു ആദ്യം തന്നെ. പിന്നെ അതുപോലെ തന്നെ ഗൈസ്, നമുക്കറിയാം ഇപ്പോൾ ഓൾറെഡി പറയുന്നത്, ഇപ്പോൾ ഇത് ജസ്റ്റ് ഒരു കൺസെപ്റ്റായിട്ടാണ്. നമ്മുടെ എപ്പിക് ആയിട്ടുള്ള ബെർക്കാമ്പിന് കുറേ പേര് പറഞ്ഞായിരുന്നു ബെർക്കാമ്പ് ആയിരിക്കും മിക്കവാറും തരാൻ പോകണേന്ന്. അപ്പം മിക്കവാറും ചിലപ്പോൾ നമ്മുടെ ബെർക്കാമ്പ് ആയിരിക്കും ഓൾറെഡി നമ്മുടെ ഫ്രീ എപ്പിക്കായിട്ട് തരാൻ പോണേ. പിന്നെ അതുപോലെ ഗൈസ്, ഇപ്പോൾ സ്പെഷ്യലായിട്ടുള്ള ലോഗിൻ ബോണസ് ഇവർ പറയുന്നത് 400 കോയിനാണ് നമ്മുടെ ആനിവേഴ്സറിക്ക് തരിക എന്നാണ് പറയുന്നത്. ബാക്കി നിങ്ങൾക്ക് അറിയാലോ, നോമിനേറ്റിംഗ് കോൺട്രാക്ട്, GP, ടൂർ ഇവൻ്റ് ഒക്കെ തരുമെന്നാണ് കേട്ടത്. അതുപോലെ ഗൈസ്, പുതിയൊരു മാനേജറായ നമ്മുടെ, പക്ഷെ നിങ്ങൾ ആരും ഇതാവരുത്, ഓൾറെഡി നിങ്ങൾക്കറിയാം കൊനാമി ഇതൊക്കെ ഒരു ബിസിനസ്സാണ്. അപ്പോൾ അവർ ജെറാഡിനെ തന്നെ വീണ്ടും ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു മാനേജറായിട്ട് ഇറക്കാൻ ചാൻസ് ഉണ്ട്. കാരണം കുറേ മാനേജേഴ്സിൻ്റെ ഡേറ്റ് എല്ലാം കഴിയാനായി. അപ്പോൾ ചിലപ്പോൾ ജെറാഡ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ഗൈസ്, നമുക്ക് പറയാനുള്ളത്, നാളെ ഇപ്പോൾ പുതിയ പാക്ക് വരികയാണ്. അതുപോലെ പിന്നെ ഗൈസ്, ഉറപ്പായിട്ടും കോയിൻ ഇല്ലാണ്ടിരിക്കില്ല കേട്ടോ. ഉറപ്പായിട്ടും കോയിൻ കിട്ടുന്നൊരു ഇതേ കൊണ്ടുവരുള്ളൂ അവർ. അതുപോലെ ഗൈസ്, ഡെന്നിസ് ബെർക്കാമ്പാണ്. പിന്നെ ഗൈസ്, ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ 2 കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ ആനിവേഴ്സറി പ്രമാണിച്ച് കോയിൻ ഉണ്ടാവും. അതുപോലെ തന്നെ എപ്പിക് കാർഡ് നമ്മുടെ യമാലായിരിക്കും എന്ന് കുറച്ച് പേര് പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്കറിയാം, ഓൾറെഡി യമാൻ നമ്മുടെ അംബാസഡറാണ്. ഇപ്പോൾ സുവാരസ് വന്നു, ഇനി യമാനാണ് വരാനുള്ളത്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ യമാലായിട്ടുള്ള ഒരു എപ്പിക് കാർഡ് നമുക്ക് എല്ലാവർക്കും ഫ്രീ തരാൻ ചാൻസ് ഉണ്ട്. കാരണം ഓൾറെഡി ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ബാർസലോണേൻ്റെ ഇത് കഴിഞ്ഞതുകൂടി തന്നെ നമ്മുടെ യമാൻ്റെ കാർഡിന് കുറച്ച് കൂടിയിട്ടുണ്ട്. കാരണം ഉള്ളതിനെക്കാട്ടും കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. പിന്നെ പോരാ തന്നെ അംബാസഡർ ആയതുകൊണ്ട് ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ പറയാനുള്ള കേസ്, നമ്മുടെ ഓരോ ഡേറ്റ് വന്നിട്ടുണ്ട്. ഡേറ്റ് ഞാൻ കാണിച്ചു തരാം. അതായത് ഇനിയിപ്പോൾ നാളെ വേറെ ഇത് വരാൻ പോവാണ്. നമ്മുടെ റൗസിൻ്റെയൊക്കെ റൗള് ഷിൻജി ഹക്കാവേൻ്റെ കാർഡ് വരാൻ പോവാണ്. അതുപോലെ തന്നെ നമ്മുടെ യൂറോപ്യൻ ക്ലബ് അറ്റാക്കേഴ്സ് ആണ് അടുത്ത പാക്ക്. അതായത് 8-ാം തീയതി എത്തുമെന്നാണ് പറയുന്നത്. പിന്നെ കേസ് പറയാനുള്ളത്, നമ്മുടെ 12-ാം തീയതി മത്യൂസ്, പിന്നെ ജുവാന്, ഡൊണാൾഡോണി എന്ന് പറഞ്ഞൊരു കാർഡ് വരുന്നുണ്ട്. പിന്നെയാണ് ഗൈസ് നമ്മുടെ, അതായത് ഗൈസ് മെയ് 15 തൊട്ട് 19 വരെയാണ് ഇവിടെ ഡേറ്റ് കൊടുത്തത്. റൈഗാർഡ്, ഓഡോ, പിന്നെ അബിയാട്ടിൻ്റെ ക്രോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എഡ്ജറ്റ് ക്രോസിംഗ് എന്ന് പറഞ്ഞൊരു ബൂസ്റ്റർ ഉണ്ട്. സാധനമാണ്. അപ്പോൾ എന്തായാലും വരട്ടെ. അപ്പോൾ ഗൈസ്, ഗുല്ലിറ്റ് നമ്മുടെ മെയ് 8-ന് വരുമെന്നാണ് കേട്ടത്. റിബറി, ബെർക്കാമ്പ്, ഇങ്ങനെ ഒരു പാക്കും കിടപ്പുണ്ട്. അപ്പം നമുക്ക് എന്തായാലും വരട്ടെ ഗൈസ്. കോയിനൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ജസ്റ്റ് എത്ര കോയിനാണ് ജസ്റ്റ് കമൻറ്റ്. ഇന്നലെ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സിന് കുറച്ച് പേർക്കൊക്കെ 850 കോയിൻ കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഭാഗ്യവന്മാരുണ്ട്, അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ ഗൈസ്, ഇത് ജസ്റ്റ് കൺസെപ്റ്റ് ആയിട്ടാണ്. ജാൻ കോളറിൻ്റെ ഒരു കാർഡും കൂടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. എന്തായാലും ഗൈസ്, ഈ ഒരു കാർഡൊക്കെ 500 കോയിനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുമോ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വേറെ പറയാനുള്ള FC ബാർസലോണേൻ്റെ വേറൊരു കാർഡാണ്. അത് പിന്നെ ഓൾറെഡി നിങ്ങൾക്കറിയാം, കുണ്ടയും ടോറസും യമാലും മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ലൊരു കാർഡാണ്. പിന്നെ പോൺവേൻ്റെ ഒരു കാർഡും ഉള്ളൂ. അപ്പം വെച്ചാൽ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പം നമ്മൾ മറ്റൊരു കിടിലൻ വീഡിയോസ് ആയിട്ടും, ഇന്നലെ നമ്മൾ ഓൾറെഡി ലൈവ് വന്നായിരുന്നു, 8:30 ആയിപ്പോയി. അപ്പം വേറൊരു ചാനൽ നമ്മൾ ഓൾറെഡി റിയൽ സെഞ്ചു എന്ന് പറഞ്ഞ ഗെയിമിംഗ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അപ്പോൾ ആ ഒരു ചാനലിൽ നമ്മൾ ഓൾറെഡി ഇന്ന് വീഡിയോ വരുന്നുണ്ട്. നമ്മുടെ കിടിലനായിട്ടുള്ളൊരു കംബാക്ക് മാച്ചാണ്. അപ്പം മറ്റൊരു വീഡിയോ കണ്ടിരിക്കും, ലൈവിൽ കണ്ടിരിക്കും. ബൈ ഗൈസ്.